കോഴിക്കോടേക്ക് പോകാം. അവിടെ സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, നേരത്തെ സലാം പച്ചക്കറി മാർക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ചരക്കിറക്കുന്ന തിരക്കിലും മറ്റുമായിരുന്നു. ഇപ്പോൾ പാളയത്ത് എവിടെ, ഏത് സൈഡിലായിട്ടാണ്, ഏത് മേഖലയിലായിട്ടാണ് ഉള്ളത്? എങ്ങനെ രാവിലെ 8 മണിയോടടുത്ത് 8:30 ആയിരിക്കുന്നു. അപ്പോൾ ആളുകളുടെ തിരക്കൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടോ കോഴിക്കോട്? അമൃത, തീർച്ചയായും ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വസ്ത്രവ്യാപാര മേഖലയിലൊക്കെ പോയി നോക്കി, അവിടെയൊന്നും ആളുകൾ എത്തിയിട്ടില്ല. എന്നാൽ ഈ പൂക്കച്ചവടം, അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടം, ആ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് പാളയത്തെ മറ്റൊരു വശത്താണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പൂക്കടകൾ എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായി കച്ചവടം നടത്തുന്ന ആളുകളാണ്. എന്നാൽ ഇത് ഓണത്തോടനുബന്ധിച്ച് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയതാണ്, പുതിയ സ്റ്റാളുകൾ തുടങ്ങിയതാണ്. അവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തന്നെ ആളുകൾ എത്തി. നമുക്ക് നേരത്തെ നിരവധി ആളുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. വലിയ ശക്തമായ മഴ തന്നെയാണ് ഈ മേഖലയിൽ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളുടെ തിരക്ക് അല്പം കുറവുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂക്കച്ചവടം എന്ന് പറയുന്നത് ഈ ഓണത്തോടനുബന്ധിച്ച്, ഓണം പ്രമാണിച്ച് തുടങ്ങിയ പുതിയൊരു സ്ഥലമാണ്. ചേട്ടാ, ഇതിപ്പോ പുതിയതായി തുടങ്ങിയ 10 ദിവസമായി. ഓണത്തിന്റെ അത്തം മുതൽ തിരുവോണം വരെ കച്ചവടം ഉണ്ടാവും. കച്ചവടം ചില കുഴപ്പമില്ല. പൊതുവെ ഉത്രാടപ്പാച്ചിലാണ്. ഇപ്പം മഴേൻ്റെ ചെറിയൊരു സാഹചര്യം ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മഴ മാറി നിൽക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാ കച്ചവടക്കാരും, തുണിയായാലും പൂവായാലും മറ്റുള്ള കച്ചവടക്കാരായാലും എല്ലാവരും സമയമാവുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ടൗണ് ജനനിബിഡമാവും, തിരക്ക് കൂടും. വൈറ്റ് റോസ്റ്റ്, അങ്ങനെയുള്ള വിവിധ നിറത്തിലും വിവിധ വർണ്ണത്തിലുള്ള വെറൈറ്റികൾ, ഒരു പൂവിൻ്റെ തന്നെ പല വെറൈറ്റികൾ, അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും മഴയാണ് ഇപ്പോൾ വില്ലനായി നിൽക്കുന്നത്. കാരണം ആളുകൾ ഇങ്ങോട്ടേക്ക് അധികമായി എത്തുന്നതിനൊരു തടസ്സം എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ട്. ചേച്ചി, പൂ മേടിച്ചോ? പൂ മേടിച്ചതാ. എന്തൊക്കെ മേടിച്ചേ? എല്ലാ കളറും വാങ്ങിയിട്ടുണ്ട്. ഓണ കളറാക്കാൻ തന്നെ. ഓണ കളറാക്കാം. കഴിഞ്ഞ പ്രാവശ്യം പൂവൊന്നും അങ്ങനെ ഇല്ലല്ലോ. വയനാട്ടില് പ്രണയം വന്നിട്ട് അപ്പം പ്രാവശ്യം എല്ലാവരും ആഘോഷിക്കാൻ വിചാരിച്ചു. ഒരുങ്ങിക്ക. വസ്ത്രമൊക്കെ മേടിച്ചോ? വസ്ത്രമൊന്നും മേടിച്ചില്ല. എപ്പോഴാ? അതൊന്നും മേടിക്കലില്ല. ഒറ്റക്കൊല്ലം വസ്ത്രം മേടിക്കില്ല. ഞങ്ങൾക്ക് പൂവിനോടെ മോഹം. അപ്പൊ പൂവിടും. പച്ചക്കറിയോ? പച്ചക്കറി മേടിക്കും. പച്ചക്കറിയൊക്കെ ഇന്നലെ മേടിച്ച്. ഇന്ന് പിന്നെ കുറേ മസാല സാധനം ഇന്നലെ മേടിച്ച്. ഇന്ന് പൂക്കളെ മേടിക്കാനായിട്ട് വന്നതാണ്. അത് 1000 ഉറുപ്പിന്റെ പൂവാണ് വാങ്ങിച്ചത്. ചേച്ചി ഓണാഘോഷിക്കാനുള്ള വലിയ ആവേശത്തിലാണ് പൂക്കൾ മേടിക്കാൻ വേണ്ടി. ഏത് ചാനലിലെ കാണിക്കുക? റേഡിയോ. അപ്പോൾ ചേച്ചി വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ പൂ മേടിക്കാനായി എത്തിയതാണ്. നേരത്തെ പച്ചക്കറിയൊക്കെ തന്നെ നേരത്തെ തന്നെ മേടിച്ച് ഇനി വസ്ത്രം മേടിക്കണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോട് കൂടിയായിരിക്കും എസ് എം സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ രാവിലെ ആളുകളൊന്നും തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഒരു പക്ഷേ മഴ ആയിരിക്കാം വില്ലനായി നിൽക്കുന്നത്. അങ്ങനെ കച്ചവടത്തെ മഴ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കച്ചവടക്കാരും അതുപോലെ ഇവിടെ എത്തുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഏതായാലും പൂവിപണി സജീവമാണ്. ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ, അതായത് ഒരു 10 മണിയോട് കൂടി തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അമൃത. ശരി, പാളയം മാർക്കറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് സലാം മുഹമ്മദ് പങ്കുവച്ചത്.